ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ 7th ചാപ്റ്റർ ആയിട്ടുള്ള ജോബ് കോസ്റ്റിംഗ് ആണ്. അപ്പോൾ എന്താണ് ജോബ് കോസ്റ്റിംഗ് നോക്കാം. ജോബ് കോസ്റ്റിംഗ്, എ ജോബ് സിംപ്ലി മീൻസ് വർക്ക് ഓർഡർ. ജോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഓർഡറാണ്. ഒരു ജോബ് ചെയ്യാനുള്ള ഓർഡറാണ് എന്ത് ജോബ് എന്ന് പറയുന്നത്. ഈച്ച് ജോബ് ഇസ് ഡിസ്റ്റിങ്ക്റ്റ്. ഓരോ ജോബ് എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് ആണ്, ഓരോ വ്യത്യസ്തമായിട്ടുള്ളതാണ്. Hence, the costs are collected and accumulated for each job. അപ്പോൾ നമ്മൾ ഓരോ ജോബും ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ്, ഓരോ ജോബിൻ്റെയും കോസ്റ്റ് കളക്ട് ചെയ്യുന്നതും അത് അക്യുമുലേറ്റ് ചെയ്യുന്നതൊക്കെ എന്താണ്, സെപ്പറേറ്റ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈച്ച് ജോബ് ഇസ് കോസ്റ്റഡ് സെപ്പറേറ്റ്ലി. ഓരോ ജോബും സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ ABC എന്ന് പറഞ്ഞ 3 ജോബ് ഉണ്ടെങ്കിൽ A എന്ന് പറഞ്ഞ ജോബിനെ വേറെ ഇതിൽ കോസ്റ്റ് ചെയ്യും, B എന്ന് പറഞ്ഞ ജോബിനെ വേറൊരു രീതിയിൽ കോസ്റ്റ് ചെയ്യും, C എന്ന് പറഞ്ഞ ജോബിനെ മറ്റൊരു കോസ്റ്റിംഗ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ 3 ജോബ് ആ 3ഉം സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് ചെയ്യും. ഓക്കെ, ഫോർ കോസ്റ്റിംഗ് ജോബ് വി യൂസ് ജോബ് കോസ്റ്റിംഗ്. അതായത് ജോബ് കോസ്റ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് എന്താണ്? ജോബ് കോസ്റ്റിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Job costing is the method of ascertaining cost of job work order separately. Job costing എന്താണ്? To ascertain the cost of jobs work order separately. ജോബിൻ്റെ വർക്ക് ഓർഡർ സെപ്പറേറ്റ്ലി അസർട്ടൈൻ ചെയ്യുക, അതിൻ്റെ കോസ്റ്റ് സെപ്പറേറ്റ്ലി അസർട്ടൈൻ ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എപ്പോഴാണ് ഈ ജോബ് കോസ്റ്റിംഗ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത്? It is applied where the production is against customer specific order. ഒരു കസ്റ്റമേഴ്സിൻ്റെ സ്പെസിഫിക് ഓർഡറിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും പ്രൊഡക്ഷൻ നടത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജോബ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. ഇനി ജോബ് കോസ്റ്റിങ്ങിനെ നമുക്ക് ജോബ് ഓർഡർ കോസ്റ്റിംഗ് എന്ന് പറയാം, ലോഡ് കോസ്റ്റിംഗ് എന്ന് പറയാം, അതേപോലെ സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ്, ടെർമിനൽ ഓർഡർ കോസ്റ്റിംഗ്, ഇങ്ങനെയൊക്കെ നമുക്ക് ജോബ് കോസ്റ്റിങ്ങിന് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വി ഗോ ടു ഫീച്ചേഴ്സ് ഓഫ് ജോബ് കോസ്റ്റിംഗ്. എന്തൊക്കെയാണ് ജോബ് കോസ്റ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് ഉള്ളത്? ഓക്കെ, ഫസ്റ്റ് വൺ, പ്രൊഡക്ഷൻ കമൻസ് ആഫ്റ്റർ റിസീവിങ് ഓർഡർ ഓഫ് കസ്റ്റമേഴ്സ്. ഇവിടെ ജോബ് കോസ്റ്റിങ്ങിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ റിസീവ് ചെയ്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ദെൻ പ്രൊഡക്ഷൻ ഇസ് നോട്ട് കണ്ടിന്യൂസ്. ഇവിടെ ഒരിക്കലും പ്രൊഡക്ഷൻ എന്താണ്? കണ്ടിന്യൂസ് അല്ല. അതായത് ഒന്ന് കഴിഞ്ഞ് മറ്റേത് അതിൻ്റെ സ്റ്റെപ്പായിട്ട് കണ്ടിന്യൂസ് ആയിട്ടല്ല ഇവിടെ പ്രൊഡക്ഷൻ പോകുന്നത്. ഓക്കെ, ദെൻ ദ വർക്ക് ഓൺ ഈച്ച് ജോബ് ഇസ് ഡൺ അക്കോർഡിംഗ് ടു കസ്റ്റമേഴ്സ് സ്പെസിഫിക്കേഷൻ. ഓരോ ജോബും ചെയ്യുന്നത് കസ്റ്റമേഴ്സിൻ്റെ സ്പെസിഫിക്കേഷൻസിനനുസരിച്ചായിരിക്കും ഓരോ വർക്കും ചെയ്യുന്നത്. ഓക്കെ, ദ ഈച്ച് ജോബ് ഇസ് യൂണീക്ക്, സ്പെസിഫിക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. ഓരോ ജോബ് യൂണീക്കാണ്, സ്പെസിഫിക് ആണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ദെൻ ഈച്ച് ജോബ് ഇസ് ട്രീറ്റഡ് ആസ് എ കോസ്റ്റ് യൂണിറ്റ്. ഓരോ ഓർഗനൈസേഷനിൽ ഓരോ ജോബിനെയും നമ്മൾ കോസ്റ്റ് യൂണിറ്റുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. ദെൻ എ സെപ്പറേറ്റ് ജോബ് ഷീറ്റ് അല്ലെങ്കിൽ ജോബ് കോസ്റ്റ് ഷീറ്റ് ഇസ് പ്രിപ്പയർഡ് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ ജോബ് ടു അസർട്ടൈൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ഈച്ച് ജോബ്. ഇപ്പോൾ ഓർഗനൈസേഷനിൽ എത്ര ജോബ് ഉണ്ടോ ആ ഓരോ ജോബിനും സെപ്പറേറ്റ് ആയിട്ടുള്ള കോസ്റ്റ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതായത് ഓരോ ഇൻഡിവിജ്വൽ ജോബിനും ആ ഒരു ഇൻഡിവിജ്വൽ ജോബിൽ നിന്ന് എത്രത്തോളം പ്രോഫിറ്റും എത്രത്തോളം ലോസുമാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ജോബിൻ്റെയും കോസ്റ്റ് ഷീറ്റ് എന്ത് ചെയ്യുന്നത്? പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എവറി ജോബ് ഇസ് അസർട്ടൈൻഡ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദി ജോബ്. നമ്മൾ എന്ത് ചെയ്യും? ഓരോ ജോബിൻ്റെയും കംപ്ലീഷന് ശേഷം എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, എത്രയാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഉള്ളതെന്ന് നമ്മൾ എന്ത് ചെയ്യും? അസർട്ടൈൻ ചെയ്യും. പിന്നെ ഡ്യൂറേഷൻ ഓഫ് ജോബ് നോക്കുക, എത്രയാണ്? എപ്പോഴും ഷോർട്ട് ടൈം ആയിരിക്കും ജോബിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അത് ഏകദേശം 6 to 8 months ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? ഫീച്ചേഴ്സ് ഓഫ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ഗോ ടു അഡ്വാൻറ്റേജസ് ഓഫ് ജോബ് കോസ്റ്റിംഗ്. എന്തൊക്കെയാണ് ജോബ് കോസ്റ്റിംഗ് ചെയ്യുന്നത് കൊണ്ടുള്ള നമുക്കുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ്, ഇറ്റ് ഹെൽപ്പ് ടു ഫൈൻഡ് ദ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഓഫ് ഈച്ച് ജോബ് സെപ്പറേറ്റ്ലി. നമ്മൾ ഓരോ ജോബിൻ്റെയും കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഓരോ ജോബിനും എത്രത്തോളം കോസ്റ്റ് ഉണ്ടാവുന്നെന്നും എത്ര പ്രോഫിറ്റ് ഉണ്ടാവുമെന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസർട്ടൈൻ ചെയ്യാൻ പറ്റും.
Then it help in identifying profitable and unprofitable jobs separately. ഇനി ഓരോ ജോബിൽ നിന്നും നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ജോബ് ഏതാണെന്നും അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള ജോബ് ഏതാണെന്നും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇറ്റ് ഹെൽപ്പ് ഇൻ എസ്റ്റിമേറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് സിമിലർ ജോബ്സ് ഒരേപോലെയുള്ള ജോബിൻ്റെ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഫെസിലിറ്റേറ്റ് കോസ്റ്റ് കൺട്രോൾ ബൈ കമ്പയറിങ് ആക്ച്വൽ വിത്ത് എസ്റ്റിമേറ്റ്. ആക്ച്വലിന് സ്റ്റാൻഡേർഡുമായി കമ്പയർ ചെയ്യുമ്പം നമുക്കതിനെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ജോബ് കോസ്റ്റിങ്ങിലൂടെ. ദെൻ ഇറ്റ് ഹെൽപ്പ് ഇൻ ഫിക്സിങ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഇറ്റ് ഹെൽപ്പ് ഇൻ ഫ്യൂച്ചർ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിന് ഹെൽപ്പ് ചെയ്യും. ദെൻ ഇറ്റ് ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ടു നോ ദ ടെൻഡർ കോസ്റ്റ് എത്രത്തോളം വരും, അങ്ങനെ മാനേജ്മെൻറ്റിനെ ഡിസൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോബ് കോസ്റ്റിംഗ് ഉപകാരപ്രദമാണ്. അപ്പോൾ ഇത്രയുമാണ് അഡ്വാൻറ്റേജസ് ഓഫ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ വി ഗോ ടു ഡിസഡ്വാൻറ്റേജസ്. ഫസ്റ്റ് മെയിൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ജോബ് കോസ്റ്റിംഗ് എപ്പോഴും പാർട്ട് ഓഫ് ദ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്, അതായത് പാസ്റ്റ് കോസ്റ്റിങ്ങിൻ്റെ പാർട്ടാണ് എന്ത് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിങ്ങിന് എന്തൊക്കെ ഡിഫക്ട്സ് ഉണ്ടോ അതൊക്കെ ഈ ജോബ് കോസ്റ്റിങ്ങിലും ഇഫക്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ബിക്കോസ് ഇറ്റ് ഇൻവോൾവ് ലോട്ട് ഓഫ് ക്ലറിക്കൽ വർക്ക്. എന്താണ് ക്ലറിക്കൽ വർക്ക്, അതായത് മാനുവൽ വർക്ക്സ് ആണ് കൂടുതലും ഇതിലുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ഇത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നാണ്. പിന്നുള്ളത് ചാൻസ് ഓഫ് എററാണ്. നമ്മൾ പറഞ്ഞു ക്ലറിക്കൽ വർക്ക് ഇതിൽ കൂടുതലാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ എറേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയും എന്താണ് ടു ഹൈ ആണ്. ദെൻ ദ കോസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ജോബ് ആർ നോട്ട് കമ്പാരബിൾ. ഓക്കെ, നമുക്ക് ഓരോ ജോബിൻ്റെയും കോസ്റ്റ് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഓരോ ജോബിനും അതിൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, കോസ്റ്റ് ഡിഫറെൻറ്റ് ജോബ് എ ബി എന്ന് പറഞ്ഞ ഒരു ജോബ് ഉണ്ടെങ്കിൽ ആ ജോബിൻ്റെ കോസ്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ഫീച്ചർ വേറെ ആയിരിക്കും, ബിയുടെ ഫീച്ചർ വേറെ ആയിരിക്കും. സോ അതിൻ്റെ കോസ്റ്റും തമ്മിൽ ഡിഫറെൻ്റ് ഉണ്ടാവും. അതുകൊണ്ട് കോസ്റ്റിലുണ്ടായ ഡിഫറൻസ് കമ്പയറബിൾ അല്ല ജോബ് കോസ്റ്റിങ്ങിൽ. ദെൻ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു അപ്ലൈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഇതിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, ഡിഫിക്കൾട്ടാണ്. സോ ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ജോബ് കോസ്റ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് വി ഗോസ് ടു പ്രൊസീജിയേഴ്സ് ഫോർ ജോബ് കോസ്റ്റിംഗ്. എങ്ങനെയാണ് നമ്മൾ ജോബ് കോസ്റ്റിംഗ് പ്രൊസീജിയർ ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, റിസീവിങ് ദ കസ്റ്റമേഴ്സ് എൻക്വയറി ആണ്. നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ദ കസ്റ്റമർ വിൽ മേക്ക് ആൻ എൻക്വയറി അബൌട്ട് ദി പ്രൈസ്, ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ്, ദ ടൈം ഡ്യൂറേഷൻ ആൻഡ് അതർ ഡീറ്റെയിൽ ഓഫ് ദി ജോബ്. നമ്മൾ കസ്റ്റമേഴ്സ് ആദ്യം എന്ത് ചെയ്യണം, ഒരു എൻക്വയറി നടത്തണം. ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ടൈം ഡ്യൂറേഷൻ എത്രയാണ്, അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കും, പ്രൈസ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഒരു എൻക്വയറി നടത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എസ്റ്റിമേറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് ജോബ്. നെക്സ്റ്റ് എന്താണ്, നൗ ദ കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ് നമ്മളെ കോസ്റ്റ് ഓഫ് ജോബ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആൾ. ഓക്കെ, കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അത് കോസ്റ്റ് അക്കൗണ്ടൻ്റ് എന്ത് ചെയ്യുക, ജോബിൻ്റെ പ്രൈസ് എസ്റ്റിമേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ റിസീവിങ് ദ കസ്റ്റമേഴ്സ് ഓർഡർ. പ്രൈസ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്തതിന് ശേഷം റിസീവിങ് ദ കസ്റ്റമേഴ്സ് ഓർഡർ. ഇഫ് ദ കസ്റ്റമർ ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ കൊട്ടേഷൻ സബ്മിറ്റഡ് ആൻഡ് ഡെലിവറി ഷെഡ്യൂൾ, അതായത് ഇവർ ഫിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു കൊട്ടേഷൻ അവർക്ക് സാറ്റിസ്ഫൈബിൾ ആണെങ്കിൽ അവരെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുക, ഓർഡർ റിസീവ് ചെയ്യുക. ദെൻ ജോബ് നമ്പർ. പിന്നെ എന്ത് ചെയ്യുക, when an order for a job is received from a customer, that order will be given a specific number for distinguishing each job order from another job. എന്താണ്, ജോബ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഓർഡർ കിട്ടിയ ജോബിന് നമ്മൾ വേറെ ഒരു നമ്പറിൽ സ്പെസിഫൈ ചെയ്യുക. കാരണം മറ്റുള്ള ഓർഡറുകളിൽ നിന്നും എന്തിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജോബ് നമ്പർ കൊടുക്കുന്നത്. പിന്നെ പ്രൊഡക്ഷൻ ഓർഡറാണ്. when the order is received, the production planning department issue a production order. ഓർഡർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ ഓർഡർ ഇഷ്യൂ ചെയ്യണം. ദെൻ റെക്കോർഡിംഗ് ദ കോസ്റ്റ്, എത്രത്തോളമാണ് കോസ്റ്റ് ഉണ്ടാകുന്നത്, ഓരോ ജോബിനുണ്ടാകുന്ന കോസ്റ്റ് എത്രയാണെന്നുള്ളത് റെക്കോർഡ് ചെയ്യുക. ദെൻ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ജോബ്, എന്നിട്ട് എന്ത് ചെയ്യുക, ജോബ് കംപ്ലീറ്റ് ചെയ്യുക. ലാസ്റ്റ് എന്ത് ചെയ്യുക, കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഓരോ ജോബിൽ നിന്നുള്ള പ്രോഫിറ്റും
അതേപോലെ ലോസും വരുന്നത് എന്ത് ചെയ്യുക, കമ്പ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് പ്രൊസീജിയേഴ്സ് ഓഫ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ജോബ് കോസ്റ്റിങ്ങിനെ കുറിച്ചാണ്. സെപ്പറേറ്റ് ആയിട്ട് ജോബിനെ കോസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ജോബ് കോസ്റ്റിംഗ് എന്ന് പറയാം. അതിന് ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്തു, ദെൻ അഡ്വാൻറ്റേജസ്, ദെൻ ഡിസഡ്വാൻറ്റേജസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ജോബ് കോസ്റ്റ് ഷീറ്റിനെ കുറിച്ചും അതിൻ്റെ ഒരു പ്രോബ്ലവും കൂടി ഡിസ്കസ് ചെയ്യാം. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഓക്കെ, എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക. ഓക്കെ, താങ്ക് യു.